ഒരു കുട്ടിയായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഏത് നൂറ്റാണ്ടാണ്? എന്താണ് സിംഗിൾ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാതകമൊന്നുമല്ല. നമ്മൾ സ്ത്രീകൾ സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കരുത്. വിവാഹശേഷം ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പം അല്ലെങ്കിൽ നമ്മുടെ സ്വത്തൊക്കെ കൈക്കലാക്കിയതിനു ശേഷം അവർ നമ്മളെ ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് സിനിമാ നടി ഭാമയുടെ ഒരു പോസ്റ്റ് കണ്ടു. കഴിഞ്ഞ ദിവസം അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ സ്റ്റോറിയും ഉണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, സ്ത്രീധനം കൊടുത്താലും കല്യാണം കഴിക്കുന്നത് കാര്യമൊക്കെ ശരി തന്നെ. ഈ ഭാമ ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ തന്നെ ആണെന്നൊരു ചെറിയ സംശയമുണ്ട്. കാരണം 1961 സ്ത്രീധന നിരോധന നിയമപ്രകാരം ഒരാൾ നമ്മളോട് വിവാഹത്തിന് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ അയാളെ പിടിച്ചകത്തിടാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവർ അറിയാത്തതാണോ അതോ അറിയാത്തതായിട്ട് നടിക്കുന്നതാണോ എന്നറിയില്ല. ഈ വിവാഹശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമാണെങ്കിൽ ഏട്ടായിക്ക് കൊടുത്തത് ഗിഫ്റ്റും, ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീധനമാണ് കണക്ക് പറഞ്ഞ് ചോദിച്ചെന്നൊക്കെ പറയുന്ന ആ ഒരു സിസ്റ്റമാണ് ആദ്യം കളയേണ്ടത്. അത് പെൺവീട്ടുകാരാണ് കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൺവീട്ടുകാരെ ആയിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കുമ്പോൾ സ്ത്രീധനമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്, എന്തിനാണ് കല്യാണം കഴിപ്പിക്കുന്നത്? അല്ലാതെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് പണി ആയി കഴിയുമ്പോഴത്തേക്ക് പറയും ഇത് സ്ത്രീധനമാണെന്ന്. എന്നിട്ട് പിന്നെ എല്ലാം വന്നിട്ട് ചെറുക്കൻ്റെ മണ്ടയ്ക്ക് വിട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഭാമയപ്പോലുള്ളവർ വന്നിട്ട് ഒരു പ്രസ്താവനകൾ നടത്തും, ആരും കല്യാണം കഴിച്ചേക്കരുത്, സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ, സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. അതുകൊണ്ടാണല്ലോ അതിനെതിരെ ഒരു നിയമം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോളുടെ ഭാവി സേഫാക്കാൻ കെട്ടാൻ വരുന്ന ചെറുക്കന്റെ ആസ്തി ബാധ്യത കണക്കും ബാങ്ക് ബാലൻസും ഒക്കെ ചെക്ക് ചെയ്യുന്ന രക്ഷകർത്താക്കൾക്കും ഭാമി ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം. കാരണം ഈ മൂല്യം കൂടിയ ചെറുക്കനെയാണല്ലോ കൂടുതൽ സ്ത്രീധനം കൊടുത്ത് സ്വന്തമാക്കേണ്ടത്. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, ഈ അടുത്ത് ഒരു കല്യാണം ഉറപ്പിച്ച ശേഷം സ്ത്രീധനം കൂട്ടി ചോദിച്ചു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു യുവ ഡോക്ടർ പുള്ളിക്കാരത്തിയുടെ മാട്രിമോണിയൽ പ്രൊഫൈലിൽ യാദൃശ്യമായിട്ടൊന്ന് കണ്ണുടക്കി. അപ്പൊ അതിനകത്ത് പ്രൊഫൈൽ ക്രിയേറ്റഡ് ബൈ സെൽഫ് ആയിരുന്നു. അതിനകത്ത് ചെറുക്കന് വേണ്ട വരുമാനം വെച്ചിരിക്കുന്നത് 1 കോടി രൂപ വരെ വാർഷിക വരുമാനം എന്നുള്ളതാണ്. അപ്പൊ മൂല്യമുള്ള ചെറുക്കനെ തേടാം, പക്ഷെ ഇങ്ങനൊന്നും പറഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ചോദിച്ച നാറിയനെ ആയിരിക്കുമൊന്നുമല്ല, അവൻ ചോദിച്ചത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊന്നു സഹോദരിമാരെ, ഈ ഭാമയെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് കല്യാണമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന പോലെ ഉള്ളൂ. അതിന് പകരം സ്ത്രീധനം ചോദിക്കാൻ വരുന്നവന്റെ മുഖത്ത് നോക്കിയാൽ ആട്ട് കൊടുത്തിട്ട് പറ്റുമെങ്കിൽ അവനൊരു കേസും കൊടുത്ത് പിടിച്ച് കാത്തിട്ടേക്കണം. അങ്ങനെ ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടാവണം. അല്ലാതെ അയ്യോ ഇനിയിപ്പോ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് സഹിച്ച് ക്ഷമിച്ച് കിടക്കണം എന്നൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്നത് സാധനം തന്നെ ഈ നാട്ടിലില്ലെന്നാ. 2 പാർട്ട്നേഴ്സിന് പരസ്പരം ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ആണായാലും പെണ്ണായാലും അവർക്ക് വേർപിരിയാനുള്ള ഒരു സെറ്റപ്പ് ഇന്ത്യയിലുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതിന് പകരം സഹിച്ച് ക്ഷമിച്ചവിടെ കഴിയും. അല്ല ഇനിയിപ്പം ഒരു കുട്ടിയായി ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതൊക്കെ ഏത് നൂറ്റാണ്ടേ? കുട്ടിയായി കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാതകമൊന്നുമല്ല. ഒരാൾക്ക് ആണിനായാലും പെണ്ണിനായാലും ഒരു കുട്ടിയെ അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ തനിച്ച് വളർത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ആവശ്യത്തിന് വിദ്യാഭ്യാസമോ ജോലിയൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നടക്കും. അല്ലാതെ അതിന് പകരം കടിച്ചു പിടിച്ച് അവിടെ നിൽക്കണേ എന്നുള്ളത്. അതുപോലെ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവളെ നീട്ടിട്ട് പോകത്തില്ല, എന്ത് പോക്കൃത്തരം കാണിക്കാം എന്ന് ചിന്തിക്കുന്ന ആണും. അതുപോലെ തന്നെ ഇനിയിപ്പം എനിക്ക് ആരും ഇല്ലല്ലോ, പിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ നോക്കും, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്ന് ചിന്തിക്കുന്ന പെണ്ണും ഇതേ കാര്യം ശ്രദ്ധിക്കുക. അവനവന്റെ വ്യക്തിത്വം വിട്ട് കളിക്കാതിരിക്കുക. ഇന്ത്യയിൽ ശക്തമായ നിയമങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കുക. അതിൽ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളാണ് 99% എന്നും മനസ്സിലാക്കുക.